നമസ്കാരം. 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന PRO വർക്ക് ചെയ്തിരുന്ന ഒരാളെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മന്ത്രിസഭയിൽ PRO ആയി അദ്ദേഹം വർക്ക് ചെയ്യേണ്ട, ജോലി എടുക്കേണ്ട എന്നാണ് വനം വകുപ്പ് മന്ത്രിയായ ഷിബു ബേബി ജോൺ തുറന്നടിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, AK ശശീന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന വനം വകുപ്പിൽ PRO ആയി ജോലി ചെയ്തിരുന്ന AC അഭിലാഷ് എന്ന ഉദ്യോഗസ്ഥനെ PRDയുടെ ചില നിർദ്ദേശങ്ങളെ തുടർന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന പുതിയ മന്ത്രിസഭയിൽ ഒരു കാരണവശാലും വനം വകുപ്പിൻ്റെ PRO ആയി ഒരു കാരണവശാലും AC അഭിലാഷിനെ ആവശ്യമില്ല എന്ന് ഷിബു ബേബി ജോൺ തന്നെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഇത് അസാധാരണമായൊരു നീക്കമാണ് ഷിബു ബേബി ജോണിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം PRDയിൽ ഇത്തരത്തിലുള്ള സ്ഥാനചലനങ്ങൾ വളരെ അപൂർവമായി തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഒരു പിരിച്ചുവിടലോ അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ഒത്താശയ്ക്കൊത്ത് നിൽക്കുകയും പിണറായി വിജയനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെ വീണ്ടും UDFൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ആ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മുന്നണിക്ക് വലിയ തലവേദനയായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യം വച്ചു പെറുപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും വനം വകുപ്പിൽ ഇങ്ങനെ ഒരു PRO തനിക്ക് ആവശ്യമില്ല എന്ന് വനം വകുപ്പ് മന്ത്രിയായ ഷിബു ബേബി ജോൺ തുറന്നടിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ സർക്കാരുകൾ മാറി വരുന്ന സമയത്ത് നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളിൽ, സർക്കാർ താക്കോൽ സ്ഥാനങ്ങളിൽ അതാത് സർക്കാർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളുകളെയെല്ലാം സ്ഥലം മാറ്റുക പതിവ് തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസ് വകുപ്പിൽ ക്രമസമാധാന ചുമതലയുള്ള പോലീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സ്ഥലം മാറ്റുന്ന രീതി ഏത് സർക്കാർ വന്നാലും ഉണ്ടാകും. ഒരു സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തർ തന്നെയായിരിക്കും. അതുകൊണ്ട് മറ്റൊരു സർക്കാർ വരുമ്പോൾ അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങ് കേരളത്തിൽ അല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് പതിവ് തന്നെയാണ്. എന്നാൽ DGPയുടെ എല്ലാം കാലാവധി പൂർത്തിയാക്കാൻ ഇനി കാലശേഷം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം വളരെ ആലോചിച്ച് മാത്രമാണ് തീരുമാനം എടുക്കുക. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ആണ് നിലവിലുള്ള ആളുകൾ മുന്നിൽ തുടർന്നു പോവുക എന്നുള്ളത്. എന്തായാലും തൽക്കാലം DGP റവദ ചന്ദ്രശേഖരന് മാറ്റമൊന്നുമില്ല. അദ്ദേഹം DGP സ്ഥാനത്ത് തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ വനം വകുപ്പിൽ PRO ആയിരുന്ന AC അഭിലാഷിനെ സ്ഥലം മാറ്റിയതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുന്നത് പോലെ നിരവധി വകുപ്പുകളിൽ അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇടത് സർക്കാർ അവരുടെ കാലത്ത് താക്കോൽ സ്ഥാനങ്ങളിൽ പിണറായി വിജയൻ പ്രതിഷ്ഠിച്ചിരുന്ന ആളുകളെല്ലാം ഇളക്കി മാറ്റുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം വകുപ്പ് ഇത്രത്തോളം ഒരു തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും മറ്റ് പല വകുപ്പുകളിലും, അതായത് വനം വകുപ്പ് സുപ്രധാനമായ വകുപ്പ് തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ എന്ന് തന്നെയാണ് ഷിബു ബേബി ജോൺ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാ വകുപ്പുകളിലും, ആരോഗ്യ വകുപ്പിലാവട്ടെ, അല്ലെങ്കിൽ വിദ്യുച്ഛക്തി വകുപ്പിലാവട്ടെ, ജലസേചന വകുപ്പിലാവട്ടെ, പൊതുഭരണത്തിലാവട്ടെ, ആഭ്യന്തര വകുപ്പിലാവട്ടെ, അങ്ങനെ നിരവധി വകുപ്പുകളിൽ ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും അവിടെ ഉണ്ടാകില്ല. അവർക്കെല്ലാം സ്ഥാനഭ്രംശം ഉണ്ടാകും. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പിൽ നിന്നും PRO AC അഭിലാഷിനെ മാറ്റിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുള്ള ഒരു മാറ്റമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷം ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്ന സണ്ണി ജോസഫ് തൻ്റെ അളിയനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചതിൽ അത് സ്വജനപക്ഷപാതമാണ് എന്ന് ഒരു ആരോപണം വന്നതിനെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും ബെന്നി ജോസഫ് എന്ന തൻ്റെ അളിയനെ മാറ്റുകയുണ്ടായി. അദ്ദേഹം സ്വന്തം രാജിവെച്ച് പോയതാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്തരം നിയമനങ്ങളെല്ലാം വിവാദമാകുന്നു എന്ന് കണ്ടപ്പോൾ അവർ തന്നെ അതിൽ തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ആളുകളെല്ലാം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാറ്റും എന്നതിന് യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ അഭിലാഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയനോടൊപ്പം നിന്ന ആളുകൾ ഞങ്ങൾക്ക് പാരപണിയും എന്നുള്ള ഒരു ധാരണ കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും AC അഭിലാഷിൻ്റെ PRO സ്ഥാനത്ത് നിന്നും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഇനി ഇതേ തുടർന്ന് എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള അഴിച്ചുപണികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.